നമസ്കാരം. പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാരിന് ആശ്വാസം. പ്രധാന വാർത്തകൾ. ചുരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് ആശ്വാസം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്റ്റേ ഇല്ല. ടൗൺഷിപ്പ് പദ്ധതി തറക്കല്ലിടലുമായി മുന്നോട്ടു പോകണമെന്ന് ഹൈക്കോടതി. HMLനും ഹൈക്കോടതിയിൽ തിരിച്ചടി. HML ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി. ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമില്ലെങ്കിൽ ഇനി ആത്മഹത്യയിലാണ് നിവൃത്തിയില്ല. രാസലഹരിയിൽ മകൻ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. സംഭവം തവിഞ്ഞാൽ വെൺമണിയിൽ. വീട്ടിൽ കയറാനാകാതെ പിതാവ് കഴിയുന്നത് കടവരാന്തയിൽ. ഭാര്യ ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിൽ അഭയം തേടി. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ തലപ്പുഴ പോലീസ്. മേപ്പാടി അരണമല വനത്തിൽ അതിക്രമിച്ചു കയറി ടെലിഫിലിം ചിത്രീകരണം. അറസ്റ്റിലായത് കോഴിക്കോട്, ഹൈദരാബാദ് സ്വദേശികൾ. ഇവരിൽ നിന്നും ഡ്രോണുകളും പിടിച്ചെടുത്തു. തലപ്പുഴ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സംഘർഷം SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിൽ. മാനന്തവാടി ജോസ് തിയേറ്ററിന് സമീപം നേരത്തെ UDSF പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. വേനൽ മഴയിൽ മനം കുതിർന്ന് വയനാട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ വയനാട്ടിൽ ലഭിച്ചത് 122.2 മില്ലിമീറ്റർ മഴ. മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടിയ അളവിൽ ഇത്തവണ കുറഞ്ഞ ദിവസത്തിനകം മഴ ലഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് ആശ്വാസം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്റ്റേ ഇല്ല. ടൗൺഷിപ്പ് പദ്ധതി തറക്കല്ലിടലുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി. സർക്കാർ നഷ്ടപരിഹാര തുക കെട്ടിവെക്കുന്നതോടെ ഭൂമി സർക്കാരിൻ്റെതായി മാറും. 27-ാം തീയതി ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടാനിരിക്കെയാണ് സർക്കാരിന് ആശ്വാസമായി സുപ്രധാന വിധിയുണ്ടായത്. HMLനും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടി. HML ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വിധിച്ച് കേസ് തീർപ്പാക്കുകയും ചെയ്തു. ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷനും വില നിശ്ചയിച്ചതിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടാൻ 2 ദിവസം മാത്രം ശേഷിക്കെ സർക്കാരിന് ആശ്വാസമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. പകരം ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാമെന്നും കോടതി പറഞ്ഞു. എന്ത് മാനദണ്ഡപ്രകാരമാണ് വില നിശ്ചയിച്ചതെന്ന് കോടതിയെ അറിയിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാര തുക കെട്ടിവെക്കുന്നതോടെ ഭൂമി സർക്കാർ ഭൂമിയായി മാറും. ആശ്വാസമായ വിധിയുണ്ടായതോടെ തറക്കല്ലിടൽ ചടങ്ങുമായി സർക്കാർ മുന്നോട്ടു പോകും. നെടുമ്പാലയിലെ HML ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തടസ്സവും നീങ്ങിക്കിട്ടി. ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്ന HMLന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കേസ് തീർപ്പാക്കുകയും ചെയ്തു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. രാസലഹരിയിൽ മകൻ അച്ഛനെയും അമ്മയെയും അമ്മൂമ്മയെയും മർദ്ദിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കിയതായി പരാതി. തവിഞ്ഞാൽ വെൺമണി കുന്നുംപുറത്ത് ടോമിയെയാണ് മകൻ രാസലഹരിയിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കിയത്. ഇതേ തുടർന്ന് വീട്ടിൽ കയറാൻ കഴിയാതെ പിതാവ് കഴിഞ്ഞ ഒരാഴ്ചയായി അന്തിയുറങ്ങുന്നത് വെൺമണിയിലെ കടമുറിയിൽ. ഇത് സംബന്ധിച്ച് തലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും ടോമി. വെൺമണി കുന്നുംപുറത്ത് ടോമിയുടെ മകൻ 31-കാരനായ അനീഷാണ് രാസലഹരിയിൽ അടിപ്പെട്ട് അച്ഛനും അമ്മയും പെങ്ങളെയും 89 വയസ്സുള്ള അമ്മൂമ്മയെയും അടിച്ച് വീട്ടിൽ നിന്നും ഇറക്കിയത്. അമ്മയും അമ്മൂമ്മയും മരണഭയത്താൽ ഇപ്പോൾ താമസിക്കുന്നത് പാലക്കാട്ടെ സഹോദരിയുടെ വീട്ടിലാണ്. അച്ഛൻ ടോമി ഭയം കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാതെ വെൺമണിയിലെ കടത്തിണ്ണയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി താമസിക്കുന്നത്. MDMA ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മകൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി ടോമി പറയുന്നു. എൻ്റെ പെണ്ണുങ്ങളെ ഒരു കണ്ണോപ്പറേഷന് വേണ്ടിയിട്ട് മാനന്തവാടിയിൽ ബുക്ക് ചെയ്തു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മകൻ അവിടെയുണ്ട്. അവൻ എന്നെ തിരിച്ച് എന്നിട്ട് ഞാൻ എറിഞ്ഞോ ഈ ഹോസ്പിറ്റലിൽ ഞാൻ എഴുതി വെച്ചു. ഇത് നാളെ നേരം 8 മണിക്ക് വന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് ബസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളി നിന്നെ ഞാൻ കൊല്ലും.
ഇതു സംബന്ധിച്ച് തലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. സ്വന്തം വീട്ടിൽ ഭയമില്ലാതെ ജീവിക്കണമെന്നാണ് ഈ പിതാവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് എൻ്റെ വീട്, എൻ്റെ പേരുള്ള ഭൂമി, എൻ്റെ പേരുള്ള വീട്, അതെനിക്ക് സ്വസ്ഥമായിട്ട് നീക്കണം. എൻ്റെ അമ്മയെ കൊണ്ടുവരണം, എൻ്റെ ഭാര്യയെ കൊണ്ടുവരണം, എൻ്റെ മകനെ അവനെ ഇവിടുന്ന് പുറത്താക്കും. അതേ ഉള്ളൂ സാർ, അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു. സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമില്ലെങ്കിൽ ഇനി ആത്മഹത്യയിലാണ് സാർ, നിവൃത്തിയില്ല. സത്യമാണ്. ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇതിൽ എനിക്ക് 61 വയസ്സുണ്ട്. സത്യമാണ് സാർ. എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാർ. ഈ ലോകത്ത് ഞാൻ പോകണം. ഈ റൂം വിട്ട് കഴിഞ്ഞാൽ ഇവരിറക്കി ഇറക്കി വിട്ടുകഴിഞ്ഞെങ്കിൽ ഞാൻ ആത്മഹത്യ എൻ്റെ മുമ്പിലുള്ളൂ. പിതാവിന്റെ ഈ വാക്കുകൾ കേരള മനസാക്ഷിയെയാണ് ഞെട്ടിക്കുന്നത്. മകൻ അനീഷ് മുൻപ് പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു. അരുൺ വിൻസെന്റ്, മലനാട് ന്യൂസ്, മാനന്തവാടി. മേപ്പാടി അരണമല വനത്തിൽ അതിക്രമിച്ചു കയറി അനുമതിയില്ലാതെ ടെലിഫിലിം ചിത്രീകരണം നടത്തിയ 15 പേരടങ്ങിയ സംഘത്തെ വനംവകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇവരെ പുത്തുമലയിലുള്ള മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചു. ടെലിഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി എത്തിയതാണെന്നാണ് ഇവർ വനംവകുപ്പ് അധികൃതരോട് പറഞ്ഞത്. കോഴിക്കോട്, ഹൈദരാബാദ് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് ഡ്രോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്ന് മുണ്ടക്കൈ സെഷൻ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞു. വനത്തിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ചിത്രീകരണം നടത്തിയതിനാണ് കേസെടുത്തിട്ടുള്ളത്. പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. തറാട്ട് ഭാഗത്ത് വാഴത്തോട്ടത്തിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് 2 ക്യാമറ സ്ഥാപിച്ചു. പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നഗരസഭ 1-ാം വാർഡ് താറാട്ട് രാമന്റെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. നനഞ്ഞ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. രാവിലെ 8:30 പശുക്കളെ വയലിൽ കെട്ടാൻ പോയി തിരിച്ചു വന്നപ്പോഴാണ് വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത്. തുടർന്ന് പ്രദേശവാസികളെയും വനം വകുപ്പിനെയും വിവരമറിയിക്കുകയായിരുന്നു. പൈക്കളെയും കെട്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ചവിട്ടായിട്ട് കാണുന്നു. പിന്നെ അങ്ങനെ നോക്കി, അപ്പോൾ ഇവർ വായിക്കൈ മുറിക്കുന്നു. അമ്മന് പുലി കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ അടുത്തുണ്ട് അവരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ അത് കഴിയുമ്പോൾ ഫോറസ്റ്റുകാരും വന്നു. ഓലും വന്ന് നോക്കിയിട്ട് പോയി. ഓരോ ഇതൊക്കെ നോക്കി എല്ലാം അങ്ങോട്ട് കയറിപ്പോയി. ഇന്ന് രാവിലെ കണ്ടതാണ്, മഴ പോയതിന് ശേഷം. 11 മണിയോടെ തലപ്പുഴ സ്റ്റേഷനിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു. കടുവ കടന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. 5 വയസ്സ് പ്രായമുള്ള കടുവയാണിതെന്നും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാതിരുന്നതിനാൽ കടുവ കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയതാകാമെന്നുമാണ് വനം വകുപ്പിന്റെ നിഗമനം. മലനാട് ന്യൂസ്, മാനന്തവാടി. വാർത്തകളിലേക്ക്. തലപ്പുഴ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ UDSF പ്രവർത്തകരെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2-ാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ അദിൻ അബ്ദുള്ള ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. 2 ദിവസം മുമ്പ് ജോസ് തിയേറ്ററിന് സമീപം കോളേജിലെ UDSF പ്രവർത്തകരും മാനന്തവാടി ടൗണിലെ DYFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലി കോളേജിലെ SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിൽ കോളേജിൽ വെച്ച് വാക്ക് തർക്കത്തിലേർപ്പെടുകയും പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. വേനൽ മഴയിൽ മനം കുതിർന്ന് വയനാട്. മാർച്ച് 13 മുതൽ 23 വരെ 10 ദിവസത്തിനിടെ വയനാട് ജില്ലയിൽ ലഭിച്ചത് 122.2 മില്ലിമീറ്റർ മഴ. സാധാരണ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടിയ അളവിലാണ് ഇത്തവണ കുറഞ്ഞ ദിവസത്തിനകം ജില്ലയിൽ പെയ്തിറങ്ങിയത്. ഏപ്രിൽ മെയ് മാസത്തിൽ കൂടി വേനൽ മഴ നല്ലതുപോലെ ലഭിച്ചാൽ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പതിവിലും കഠിനമായിരുന്നു വേനലിന്റെ തുടക്കം. ചൂട് 37 ഡിഗ്രി സെൽഷ്യസ് വരെ വയനാട്ടിൽ ഉയർന്നു. മണ്ണും മനസ്സും ഒരുപോലെ ചൂട് പിടിച്ചതിന് പിന്നാലെയാണ് മനം കുതിർത്ത് വേനൽ മഴ ആരംഭിച്ചത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4 ദിവസം വേനൽ മഴ ലഭിച്ചു. മാർച്ച് 13-നാണ് ആദ്യ മഴയെത്തിയത്. അന്ന് പെയ്തിറങ്ങിയത് 67.2 മില്ലിമീറ്റർ മഴ. പിന്നീട് മാർച്ച് 18-ന് 14.2 മില്ലിമീറ്റർ മഴ കിട്ടി.
അതിനുശേഷം മാർച്ച് 22-ന് 24.9 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാകട്ടെ 15.9 മില്ലിമീറ്റർ മഴയും വയനാട്ടിൽ പെയ്തിറങ്ങി. ഇതോടെ 122.2 മില്ലിമീറ്റർ മഴയാണ് മാർച്ച് മാസത്തിൽ മാത്രം വയനാട്ടിൽ കിട്ടിയത്. സാധാരണ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടിയ അളവാണിത്. ഇടിമിന്നലും കാറ്റും അകമ്പടിയുണ്ടെങ്കിലും അത്ര ശക്തമല്ലാത്തതിനാൽ മഴക്കെടുതികളും കുറവാണ്. വരുന്ന 3 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ മഴ കാപ്പി ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്കും ഏറെ സഹായകരമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടി ആവശ്യത്തിന് മഴ ലഭിച്ചാൽ ജലക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. കടലിന്റെ അദ്ഭുത കാഴ്ചകൾ ഇനി കൽപ്പറ്റയിലും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് ആഴക്കടലിലെ അദ്ഭുത കാഴ്ചകൾ ഉൾപ്പെടെ കൽപ്പറ്റയിൽ ഒരുക്കുന്നത്. അക്വാ ടണലിലെ അവിസ്മരണീയ കാഴ്ചകൾക്ക് പുറമെ മത്സ്യകന്യകകളും കാഴ്ചക്കാരുടെ മനം നിറയ്ക്കും. മലബാറിലെ തന്നെ ഏറ്റവും വലിയ അക്വാ ഫെസ്റ്റാണ് കൽപ്പറ്റ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ മാർച്ച് 28-ന് ആരംഭിക്കുന്നത്. കടലില്ലെങ്കിലും വയനാട്ടുകാർക്ക് ആഴക്കടലിന്റെ അത്ഭുതങ്ങൾ കാണാൻ അവസരം ഒരുങ്ങുകയാണ്. കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിൽ 30,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയ അക്വാ ഫെസ്റ്റിൽ വിസ്മയകരമായ കാഴ്ചയാണ് ഒരുങ്ങുന്നത്. മാർച്ച് 28 മുതൽ ഒരു മാസക്കാലമാണ് പ്രദർശനം നീണ്ടു നിൽക്കുക. സുന്ദരികളായ മത്സ്യകന്യകകൾ പ്രദർശനത്തിന് മാറ്റുകൂട്ടും. തുരങ്കപാതയ്ക്കായി കാത്തിരിക്കുന്ന വയനാട്ടുകാർക്ക് ഇരട്ടത്തുരങ്കത്തിലെ മനോഹാരിതയും ആസ്വദിക്കാനാകും. തലയ്ക്ക് മുകളിലൂടെ പല വലിപ്പത്തിലും വർണ്ണങ്ങളിലുമുള്ള മത്സ്യങ്ങൾ നീന്തിത്തുടിക്കുന്നത് കാണാനാകും. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് അക്വാ ടണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നമ്മൾ ഇതിൻ്റെ വയനാട് ഫെസ്റ്റ് എന്ന സംഭവം നമ്മൾ വ്യാപാര ഏകോപന സമിതി കൊണ്ടുവരാൻ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ വയനാട്ടിൽ വന്നപ്പോൾ ഇതേപോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതേപോലത്തെ ഉള്ളൊരു വയനാട് ഫെസ്റ്റ് ചെയ്തത്. 6 മാസം നീണ്ടുനിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിലാണ്. അതോടെ ഒരുപാട് ഈവൻറ്റുകൾ ഞങ്ങളിപ്പോൾ ആഴ്ചയ്ക്ക് ഒരു ഈവൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പല ടൗണുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് DTPCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. 50ഓളം വാണിജ്യ സ്റ്റാളുകളും ഒരുങ്ങുന്നുണ്ട്. പുറമെ അമ്യൂസ്മെന്റ് പാർക്ക്, ഗോസ്റ്റ് ഹൗസ്, ഫുഡ് കോർട്ട്, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. കഴിഞ്ഞ 12 വർഷമായി റംസാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന മുട്ടിൽ സ്വദേശിനിയായ ബിന്ദുവിന്റെ നോമ്പ് വിശേഷങ്ങളെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. റംസാൻ മാസത്തിൽ മുടങ്ങാതെ വ്രതമെടുക്കുന്ന ബിന്ദുവിന് പറയാനുള്ളത് കേൾക്കാം. ചങ്ങനാശ്ശേരി പുതുവാക്കുന്നേൽ രവീന്ദ്രൻ നായരുടെയും യശോദയമ്മയുടെയും മകളായി നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ബിന്ദു കഴിഞ്ഞ 12 വർഷമായി മുടങ്ങാതെ നോമ്പെടുക്കുന്നു. പ്രത്യേകമായി ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ കീഴിലല്ല വളർന്നത്. മനുഷ്യരെല്ലാവരെയും ഒരുപോലെ കാണണമെന്നും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും വളരണമെന്നതുമാണ് താൻ പഠിച്ചത്. അയൽപ്പക്കക്കാരും സമീപവാസികളും ജോലി ചെയ്ത സ്ഥാപനങ്ങളിലുമെല്ലാം കൂടുതൽ ഇടപഴകിയതും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളോടായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് സമയത്ത് കൂടെയുള്ളവർ നോമ്പ് നോൽക്കുമ്പോൾ താൻ മാത്രം ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യമാണ് കഴിഞ്ഞ 12 വർഷമായി റംസാൻ പുണ്യദിനങ്ങളിൽ വ്രതമെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ബിന്ദു പറയുന്നു. എൻ്റെ എല്ലാ സഹപാഠികളും സഹപ്രവർത്തകരും സ്നേഹിതരും ഒക്കെ മുസ്ലിംസാണ്. ഞാൻ അധികവും മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ടാണ് ഇടപഴകുന്നത്. അപ്പോൾ അവരോടുള്ള ഒരു ആദരവ് സൂചകമായിട്ട് അവർ നോൽമ്പ് നോക്കുന്നു. ആ കൂട്ടത്തിൽ ഞാനും അവരോടുള്ള ആദരവ് സൂചകമായിട്ടാണ് ഞാൻ ഈ നോൽമ്പ് പിടിക്കുന്നത്. അതും നല്ല ഭക്തിയോടും കൂടെയൊക്കെ തന്നെയാണ് ഞാൻ ഈ നോമ്പ് നോക്കുന്നത്. റംസാൻ മാസത്തിൽ ഭക്ഷണം കൊണ്ടുവരാറില്ലെന്ന ബിന്ദു ഇപ്പോൾ ജോലി ചെയ്തു വരുന്ന ഇലാജ് ആയുർവേദിക് ക്ലിനിക്കിലെ ഡോക്ടർ ഫായിസും പറയുന്നു. ഈ കഴിഞ്ഞ 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് നോമ്പെടുക്കാനാണ് കണ്ടത്. ഞായറാഴ്ച ഒഴിവാക്കാൻ പറഞ്ഞാൽ പോലും ഞായറാഴ്ച ക്ലിനിക്ക് ലീവാണ്. ഞായറാഴ്ച നോമ്പെടുക്കേണ്ട നിങ്ങളെന്ന് പറഞ്ഞാൽ പോലും ഞായറാഴ്ചയും എടുക്കുന്ന
സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മുസ്ലിംസുമായിട്ട് എന്താ പറയുക, മുസ്ലിം സഹോദരന്മാരോടുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിലാണ് അവരെടുക്കുന്നത്. മുട്ടിൽ അമ്പുകുത്തിയിൽ താമസിക്കുന്ന ബിന്ദുവിന് ബിബിൻ, ഹരിപ്രിയ എന്നീ 2 മക്കളുമുണ്ട്. ഭർത്താവ് പത്മനാഭൻ 19 വർഷം മുൻപ് മരിച്ചു. മലനാട് ന്യൂസ്, മുട്ടിൽ. കൽപ്പറ്റ ടൗണിൽ പ്രവർത്തിക്കുന്ന ബീവറേജസ് കോർപ്പറേഷൻ വിദേശ മദ്യശാല ഔട്ട്ലെറ്റ് ബൈപ്പാസിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. നിരവധി പേർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മദ്യശാല മാറ്റരുതെന്നാണ് ഇവരുടെ ആവശ്യം. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന സ്ഥലമാണിത്. മദ്യശാല ആരംഭിച്ചാൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. നിരവധി കുടുംബങ്ങൾ തിങ്ങിത്താമസിക്കുന്ന കൽപ്പറ്റ ബൈപ്പാസിന് സമീപത്തെ തിരുഹൃദയ നഗറിലാണ് മദ്യശാല മാറ്റിസ്ഥാപിക്കുന്നതിന് കെട്ടിടം കണ്ടെത്തിയിരിക്കുന്നത്. അതീവ രഹസ്യമായാണ് മദ്യശാല മാറ്റാൻ നീക്കം നടത്തിയത്. കഴിഞ്ഞ ദിവസം എക്സൈസ് അധികൃതർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ മാത്രമാണ് പ്രദേശവാസികൾ പോലും കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് അറിയുന്നത്. തുടർന്ന് പ്രദേശവാസികൾ ജനകീയ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് തുടക്കമിട്ടു. കൽപ്പറ്റ ടൗണിലെ ബീവറേജ് കോർപ്പറേഷൻ ഇങ്ങോട്ട് ബൈപ്പാസിലെ ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റാമെന്നുള്ളൊരു തീരുമാനമാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ നടപടിയെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇവിടെ വരുന്ന ഈ ബിൽഡിങ്ങിൽ വരുന്ന ബീവറേജ് ഇവിടുന്ന് മാറ്റണം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. കെട്ടിടത്തിന് മുൻപിൽ ഇന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു. നാളെ ബൈപ്പാസിനോട് ചേർന്ന് സമരപ്പന്തൽ കെട്ടും. ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പം നമുക്കാണ് കൂടുതൽ ഇതും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പം ഇത് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റി സുരക്ഷിതമായ സ്ഥലത്തേക്ക് നമുക്ക് അതിന് താല്പര്യക്കുറവൊന്നുമല്ല. പക്ഷെ ഇവിടെ വരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ജനവാസ മേഖലയിൽ മദ്യശാല ആരംഭിക്കരുതെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. യാത്ര ഒരു സ്ത്രീകൾ ഒറ്റയ്ക്കൊരു സന്ധ്യ കഴിഞ്ഞാലൊക്കെ യാത്ര ചെയ്യാനോ എന്തിനെങ്കിലും കുടിയന്മാരുടെ കൂടെ ഞങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ നിന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ബുദ്ധിമുട്ട് തന്നെ. എല്ലാവരും ഇങ്ങനെ കുടിച്ചതായി നമുക്ക് മക്കൾക്കാണെങ്കിൽ ഒരു സുരക്ഷിതത്വം വേണ്ട. എല്ലാവർക്കും കുറേ വീടുള്ള പ്രദേശമല്ലേ. കുട്ടികൾ സ്കൂളിലേക്ക് ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയരികിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. മദ്യശാല ആരംഭിക്കുന്നതോടെ പ്രദേശത്തെ സമാധാന ജീവിതം തകരുമെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. വീണ്ടും വാർത്തകളിലേക്ക്. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഒപ്പന വരവിനൊരുങ്ങി വള്ളിയൂർക്കാവ്. ചേരങ്കോട് ഇല്ലത്ത് നിന്ന് ദേവിയുടെ തിരുവാഭരണങ്ങൾ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെത്തിക്കുന്ന ചടങ്ങാണ് ഒപ്പന വരവ്. വള്ളിയൂർക്കാവ് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഒപ്പന വരവിനൊരുങ്ങി വള്ളിയൂർക്കാവ്. നാളെ വൈകുന്നേരമാണ് ദേവിയുടെ ദിവ്യരൂപങ്ങൾ അടങ്ങിയ ഒപ്പനക്കോപ്പുകൾ 15 കിലോമീറ്ററോളം അകലെയുള്ള ചേരങ്കോട് ഇല്ലത്തു നിന്നും വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ചടങ്ങ് നടക്കുക. ചടങ്ങിൽ പങ്കെടുക്കാൻ ഒട്ടേറെ ഭക്തജനങ്ങൾ എല്ലാ വർഷവും വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്താറുണ്ട്. മേൽശാന്തി ശ്രീജേഷ് നമ്പൂതിരിയാണ് ഒപ്പനക്കോപ്പുകൾ ക്ഷേത്രത്തിലെത്തിക്കുക. ഒപ്പന കോപ്പിനായി ഇന്ന് ഇവിടുത്തെ മേൽശാന്തി ശ്രീജേഷ് നമ്പൂതിരി ഇന്ന് വൈകുന്നേരം ചേരങ്കോട് ഇല്ലത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ മേൽശാന്തി വ്രതാനുഷ്ഠത്തോടെ ആചരിച്ചു വരികയാണ്. ഇന്ന് താഴെ പാട്ട് വരെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ധ്യാനമിരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് പ്രത്യേക ഒരു ബോധോദയം ഉണ്ടായി ചേരങ്കോട് ഇല്ലത്ത് ഓടിയും നടന്നുമായിട്ടാണ് അവിടെ എത്തുന്നത്. ഒപ്പനക്കോപ്പുമായി യാത്ര പുറപ്പെടുന്ന മേൽശാന്തിയെ ഭക്തജനങ്ങൾ നിലവിളക്ക് കൊളുത്തി വരവേൽക്കും. നാളെ വൈകിട്ടോടെ ശ്രീജേഷ് നമ്പൂതിരി ഓടിയും നടന്നും ഒപ്പനക്കോപ്പുമായി കാവിലെത്തും. താഴേക്കാവിലെ പാട്ടുപുരയിൽ ഒപ്പനക്കോപ്പുകൾ പ്രത്യേകം സൂക്ഷിക്കും. രാത്രി നടക്കുന്ന ആറാട്ട് എഴുന്നള്ളത്തിന് ശേഷമായിരിക്കും ഭക്തർക്ക് ഒപ്പനക്കോപ്പുകൾ ദർശിക്കാൻ അവസരമുണ്ടാവുക. ഒപ്പനവരവ് നടന്നു കഴിയുന്നതോടെ കാവും പരിസരവും കൂടുതൽ ജനനിബിഡമാകും. മലനാട് ന്യൂസ്, മാനന്തവാടി. കൽപ്പറ്റ മേപ്പാടി റോഡിൽ പുത്തൂർ വയൽ PO ഭവന് സമീപം റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയില്ല. ഓവുചാൽ അടഞ്ഞുകിടക്കുന്നതാണ് സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. ശക്തമായ മഴ പെയ്താൽ കുളത്തിന് സമാനമായ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഇത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്.
മഴ പെയ്താൽ കൽപ്പറ്റ മേപ്പാടി റോഡിലെ PO ഭവന് സമീപത്തെ അവസ്ഥയാണിത്. റോഡിലാകെ വെള്ളക്കെട്ട്. സ്ഥലത്തെ ഓവുചാൽ അടഞ്ഞതാണ് യാത്രക്കാരുടെ ദുരിതത്തിന് കാരണം. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴ പെയ്തു തോർന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ റോഡിൽ നിന്നും വെള്ളം ഇറങ്ങുകയുള്ളൂ. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്ന അവസ്ഥയാണ്. റോഡ് നവീകരിച്ചതിനനുസരിച്ച് ഓവുചാൽ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. PO ഭവന് സമീപത്തെ കുന്നിൻ പ്രദേശത്തു നിന്നും വൻതോതിൽ വെള്ളം ഒഴുകിയെത്തുന്നു. സമീപത്തെ വീടുകളിലേക്കും റോഡിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. തൊട്ടടുത്തു തന്നെ കൾവർട്ട് ഉണ്ടെങ്കിലും ഇതിലേക്ക് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടായി ഗതാഗത തടസ്സമുണ്ടാവുകയാണ് കരണി പടാരിക്കുന്ന് റോഡ്. ജംഗ്ഷൻ റോഡിൽ നവീകരണ പ്രവൃത്തികൾ ഏറ്റെടുത്തവർ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കരണി ടൗണിന് സമീപത്ത് തന്നെയുള്ള പടാരിക്കുന്ന് ജംഗ്ഷനിലാണ് മഴ പെയ്യുന്നതോടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കാൽനടയാത്രക്കാർ ഉൾപ്പെടെ സഞ്ചരിക്കാൻ കഴിയാതെ ദുരിതത്തിലായതോടെയാണ് റോഡിന്റെ പ്രവൃത്തികൾ ഏറ്റെടുത്തിരുന്ന കരാറുകാർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. റോഡ് നിർമ്മാണ കമ്പനിയാണ് ഈ റോഡ് കരാറെടുത്തത്. ഈ റോഡിന്റെ ഇവിടെ നേരെ കുറുകെ ഒരു ക്രോസ് പാലം ഉണ്ടായിരുന്നു. ഈ ക്രോസ് പാലം അവർ അടച്ചു മൂടിക്കൊണ്ടാണ് ഇവർ അങ്ങോട്ട് എൻഡ് കയറിയത് കൊണ്ടാണ് അങ്ങോട്ട് എൻഡ് കയറ്റി ചെയ്തത്. പഞ്ചായത്തിൻ്റെ പണിയാണെങ്കിൽ അവിടുന്ന് ഒരു ഭാഗത്തിന് വെള്ളം ഒലിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. ആ ഡ്രെയിനേജ് അവിടെ വെച്ച് തീർക്കും. ഈ മലബാർ ട്രക്ക് എന്ന ഈ കോൺട്രാക്ട് കമ്പനി ഇവരെടുത്ത് ഈ റോഡ് അടച്ച് ഇവിടെ ഈ മൂടിയതിൻ്റെ ഒറ്റ ഭാഗമാണ് ഇവിടുത്തെ വെള്ളം കെട്ടി. ഇന്നലത്തെ മഴയ്ക്ക് റോഡ് ഫുള്ള് വെള്ളമായിരുന്നു. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും പടാരിക്കുന്ന് ജംഗ്ഷനിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് സംവിധാനവും കലുങ്കും നിർമ്മിക്കാത്തതാണ് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. തുടർച്ചയായി മഴ പെയ്യുന്ന അവസരങ്ങളിൽ ആഴ്ചകളോളം വെള്ളം കെട്ടിനിന്നാൽ പ്രദേശത്തെ വീടുകൾക്കും റോഡിനും ഇത് ഭീഷണിയാകുമെന്നും അടിയന്തരമായി ഇവിടെ ഡ്രെയിനേജ് നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 268, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 690, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 680, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 180, സ്വർണം പവന് 65,720, വെള്ളി ഗ്രാമിന് 98 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചുരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് ആശ്വാസം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്റ്റേ ഇല്ല. ടൗൺഷിപ്പ് പദ്ധതി തറക്കല്ലിടലുമായി മുന്നോട്ടു പോകണമെന്ന് ഹൈക്കോടതി. HMLനും ഹൈക്കോടതിയിൽ തിരിച്ചടി. HML ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി. ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമില്ലെങ്കിൽ ഇനി ആത്മഹത്യയിലാണ് നിവൃത്തിയില്ല. രാസലഹരിയിൽ മകൻ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. സംഭവം തവിഞ്ഞാൽ വെൺമണിയിൽ. വീട്ടിൽ കയറാനാകാതെ പിതാവ് കഴിയുന്നത് കടവരാന്തയിൽ. ഭാര്യ ഉൾപ്പെടെയുള്ളവർ ബന്ധുവീട്ടിൽ അഭയം തേടി. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ തലപ്പുഴ പോലീസ്. മേപ്പാടി അരണമല വനത്തിൽ അതിക്രമിച്ചു കയറി ടെലിഫിലിം ചിത്രീകരണം. അറസ്റ്റിലായത് കോഴിക്കോട്, ഹൈദരാബാദ് സ്വദേശികൾ. ഇവരിൽ നിന്നും ഡ്രോണുകളും പിടിച്ചെടുത്തു. തലപ്പുഴ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സംഘർഷം SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും തമ്മിൽ. മാനന്തവാടി ജോസ് തിയേറ്ററിന് സമീപം നേരത്തെ UDSF പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. വേനൽ മഴയിൽ മനം കുതിർന്ന് വയനാട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ വയനാട്ടിൽ ലഭിച്ചത് 122.2 മില്ലിമീറ്റർ മഴ. മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടിയ അളവിൽ ഇത്തവണ കുറഞ്ഞ ദിവസത്തിനകം മഴ ലഭിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു.